വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റ് ക്ലാസ്സുകൾ തന്നെയാണ്. അതിലെ പാർട്ട് 2 അറ്റൻഡൻറ്റ് ഓപ്പറേറ്ററിൽ വരുന്ന മൊഡ്യൂൾ 1 മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ഷുഗർ, റോ മെറ്റീരിയൽസ്, കെമിക്കൽ റിയാക്ഷൻസ്, പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് യൂസേഴ്സ്. ഈ ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കറക്കാം. ഷുഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജനറൽ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്വീറ്റ് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. അപ്പോൾ ഇത് മോണോ, ഡൈ ആൻഡ് പോളിസാക്രൈഡുകളാണ്. ഇത് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ലാർജ്ലി ഷുഗർ കെയിനിൽ നിന്നും അതുപോലെ തന്നെ ഷുഗർ ബീറ്റ് പ്ലാന്റ്സിൽ നിന്നുമാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇന്ത്യ ഈസ് ദ വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ, അക്കൗണ്ടിങ് ഫോർ അറൗണ്ട് 15-20% ഓഫ് ഗ്ലോബൽ ഷുഗർ പ്രൊഡക്ഷൻ. അപ്പോൾ ഗ്ലോബൽ ഷുഗർ പ്രൊഡക്ഷൻ്റെ ഒരു 15 മുതൽ ഒരു 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. സോ ഇന്ത്യ ഈസ് ദ വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ. ദെൻ സോഴ്സ് ഓഫ് ഷുഗേഴ്സും നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ടൈപ്സ് ഓഫ് ഷുഗേഴ്സും അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഷുഗറിൻ്റെയും ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. ഗ്ലൂക്കോസിൻ്റെ സോഴ്സ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹണിയാണ്. മാൾട്ടോസ് ആണെങ്കിൽ ബാർലിയാണ്. ആൻഡ് സൂക്രോസ് ആണെങ്കിൽ ഷുഗർ കെയിൻ, ഷുഗർ ബീറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് വരുന്നത്. ദെൻ ലാക്ടോസ് എന്ന് പറയുമ്പോൾ മിൽക്കിലാണ് അത് വരുന്നത്. ദെൻ ഫ്രക്ടോസിൻ്റെ ആണ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഹണി. ദെൻ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ഷുഗർ നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഷുഗർ കെയിനും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ആണ് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. ഷുഗർ കെയിൻ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൽ 70% വാട്ടർ ആയിരിക്കും. ഫൈബ്രസ് മെറ്റീരിയൽ ഒരു 10-16% ആണ് വരുന്നത്. സൂക്രോസ് 9.5-16% ആണ് വരുന്നത്. ദെൻ ഗമ്മി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അതൊരു 0.5 മുതൽ ഒരു 2% വരെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ദെൻ നമുക്ക് ഇതിലത്തെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. ഇതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൈഡ്രോളൈസിസ് നടക്കുന്നുണ്ട്, ഫെർമെൻറ്റേഷൻ ഉണ്ട്, ഇവാപ്പറേഷൻ, ക്രിസ്റ്റലൈസേഷൻ. ഈ ഒരു 4 പ്രോസസ്സുകളാണ് ഇതിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിസിസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് അല്ലെങ്കിൽ ഷുഗർ ബീറ്റിൻ്റെ പൾപ്പ് എന്ന് പറയുന്നത് ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ആസിഡ് ടു ബ്രേക്ക് ഡൗൺ ദ സൂക്രോസ് മോളിക്യൂൾസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോൾ ഈ ഷുഗർ കെയിൻ ജ്യൂസും അതുപോലെ തന്നെ ഷുഗർ ബീറ്റിൻ്റെ ഈ ഒരു പൾപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളവും അതുപോലെ തന്നെ ആസിഡുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു? ഈ ഒരു സൂക്രോസ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസും അതുപോലെ തന്നെ സൂക്രോസായിട്ട് മാറുന്നു. അതാണ് ഹൈഡ്രോളൈസിസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷനിൽ വരുന്നത്. ദെൻ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനിൽ വരുന്നത് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ഈസ്റ്റ് ഓർ ബാക്ടീരിയ കൺവേർട്ട് ദ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഇൻ ടു എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തുണ്ടാക്കി? സൂക്രോസിനെ വിഘടിപ്പിച്ചിട്ട് നമ്മൾ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസും ആക്കി മാറ്റി. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഈ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസിനെ നമ്മൾ ഈസ്റ്റ് അതുപോലെ തന്നെ ബാക്ടീരിയ ഇതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്തനോളും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന പ്രോസസ്സ് ഏതായിരുന്നു? ഇവാപ്പറേഷൻ ആണ്. ഇവാപ്പറേഷൻ എന്ന് പറയുമ്പോൾ ദ ജ്യൂസ് ഈസ് ഹീറ്റഡ് ടു ഇവാപ്പറേറ്റ് എക്സസ് വാട്ടർ കോൺസെൻട്രേറ്റിംഗ് ദ ഷുഗർ സൊല്യൂഷൻ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇതിൽ എക്സസ് ആയിട്ടുള്ള ഈ ജ്യൂസിൽ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നാലാമത് വരുന്ന പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ. ദ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ഈസ് സീഡഡ് വിത്ത് ഷുഗർ ക്രിസ്റ്റൽസ് ടു ഇനീഷ്യേറ്റ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഇവാപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഗർ ക്രിസ്റ്റൽസുമായിട്ട് അതിനെ സീഡ് ചെയ്യുമ്പോൾ അങ്ങനെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. ദെൻ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നത് ഷുഗർ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ പ്രൊഡക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹാർവെസ്റ്റിംഗ് ആണ്. ഇത് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് വരുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഹാർവെസ്റ്റിങ്ങിൽ ഷുഗർ കെയിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ജ്യൂസിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? പ്രസ്സിങ്ങും അല്ലെങ്കിൽ
ക്രഷിങ്ങും വഴിയാണ് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ദെൻ സെക്കൻഡ് വരുന്ന ഒരു പ്രോസസ്സ് ക്ലാരിഫിക്കേഷനാണ്. ക്ലാരിഫിക്കേഷനിൽ ഈ ഒരു ജ്യൂസ് നമ്മൾ ലൈമായിട്ട് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിന് ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ തേർഡ് ഇവാപ്പറേഷനാണ്. ഈ ജ്യൂസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നു. ദെൻ അങ്ങനെ നമുക്ക് ഈ ഷുഗർ സൊല്യൂഷൻ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ദെൻ നാലാമത് വരുന്നത് ക്രിസ്റ്റലൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസുമായിട്ട് അതിനെ സീഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ദെൻ അഞ്ചാമത് സെൻട്രിഫ്യൂഗേഷനാണ് പറയുന്നത്. ഇതിൽ ഷുഗർ ക്രിസ്റ്റൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്തിൽ നിന്നാണ്, ഈ മൊളാസസിൽ നിന്നാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു ത്രൂ അല്ലെങ്കിൽ ബൈ യൂസിങ് സെൻട്രിഫ്യൂജസ്. ദെൻ റിഫൈനിങ് ആണ് വരുന്നത്. റിഫൈനിങ്ങിൽ ഈ ഷുഗർ ഈസ് റിഫൈൻഡ് ടു പ്രൊഡ്യൂസ് വൈറ്റ് ഷുഗേഴ്സ്. വൈറ്റ് ഷുഗേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ റിഫൈൻഡ് ചെയ്യുന്നു. ഇനി ബീറ്റ് ഷുഗറിൽ നിന്നുള്ള ഷുഗർ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർവെസ്റ്റിംഗ് തന്നെയാണ്. ഇവിടെ പൾപ്പാണ് കേട്ടോ വരുന്നത്, ജ്യൂസ് അല്ല. ദെൻ ഷുഗർ ബീഡ്സിന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ആ ഒരു പൾപ്പിനെ നമ്മൾ പ്രസ്സിങ് അല്ലെങ്കിൽ ക്രഷിങ് വഴി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എക്സ്ട്രാക്ഷനാണ്. അതിൽ ഈ പൾപ്പിനെ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മളതിൽ നിന്ന് ഈ ഒരു ഷുഗറിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് ക്ലാരിഫിക്കേഷനാണ്. ക്ലാരിഫിക്കേഷനിൽ ഈ ഒരു ജ്യൂസിനെ നമ്മൾ ലൈമായിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഈ ഒരു ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തെടുക്കുന്നു. ദെൻ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഇവാപ്പറേഷനിലും ഇതുപോലെ തന്നെ ഈ ഒരു ജ്യൂസിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിനുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു സൊല്യൂഷനെ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാക്കി മാറ്റുന്നു. ദെൻ ക്രിസ്റ്റലൈസേഷനിൽ നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ദെൻ ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. ദെൻ സിക്സ്ത് വരുന്നത് സെൻട്രിഫ്യൂഗേഷൻ. നമ്മൾ സെൻട്രിഫ്യൂജസ് യൂസ് ചെയ്തിട്ട് ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ദെൻ റിഫൈൻ ചെയ്യുന്നു. അത്രയാണ് സ്റ്റെപ്സ് വരുന്നത്. ഇനി നമുക്ക് ഇതിലത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നോക്കാം. മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ വരുന്ന സ്റ്റെപ്പുകളാണ് ഹാർവെസ്റ്റിംഗ് ഓഫ് കെയിൻ, ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ്, കട്ടിംഗ് ആൻഡ് ഷ്രെഡിംഗ്, എക്സ്ട്രാക്ഷൻ ഓഫ് ജ്യൂസ്, ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, ക്രിസ്റ്റലൈസേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഡ്രൈയിങ് ആൻഡ് പാക്കിംഗ്, റിഫൈനിങ് ഓഫ് ബ്രൗൺ ഷുഗർ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നോക്കാം. ഹാർവെസ്റ്റിംഗ് ഓഫ് ഷുഗർ കെയിൻ. നമ്മൾ ഷുഗർ കെയിന് ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള ഷുഗർ കെയിൻസ് ആണ് നമ്മളിതിൽ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. രണ്ട് തരത്തിൽ നമുക്കിതിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ മാനുവലായിട്ട് നമുക്ക് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ദെൻ മെക്കാനിക്കൽ മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുന്നു, ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുന്നു. ദെൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ ഈ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷുഗർ കെയിൻസിനെ നമ്മൾ കെയിൻ യാർഡിൽ നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഈ ഒരു കെയിൻ യാർഡിൽ നിന്നും നമ്മളിതിനെ ഫീഡിങ് ഏരിയയിലോട്ട് ഹൂക്സ് അല്ലെങ്കിൽ ചെയിൻസ് അല്ലെങ്കിൽ ക്രെയിൻസ്, റീലിങ്സ്, കൺവെയർ ബെൽറ്റ് അല്ലെങ്കിൽ ക്യാരി, ഹ്യൂജ് സക്ഷൻ ട്രക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഫീഡിങ് ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് കട്ടിംഗ് ആൻഡ് ഷ്രെഡിംഗ് ആണ്. കട്ടിംഗ് ഓപ്പറേഷൻ ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഇൻ ഇൻഡസ്ട്രി. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് കട്ടിംഗ് ഓപ്പറേഷനാണ്. അപ്പോൾ കട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും. അത് നമ്മൾ ഈ കെയിൻസിന് ഒരു ഡിസൈറബിൾ സൈസിൽ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ദ കട്ടർ എക്യുപ്മെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കട്ടിംഗ് ബ്ലേഡ്സ് ടു കട്ട് ദ കെയിൻ. ഈ കെയിനെ കട്ട് ചെയ്യാനായിട്ട് അതിലൊരു നമ്പർ ഓഫ് കട്ടിംഗ് ബ്ലേഡ്സും ഈ ഒരു കട്ടർ എക്യുപ്മെൻറ്റ്സിൽ ഉണ്ടായിരിക്കും. Cutter machine is operated by electric motor, shaft, pulley and belt arrangement. Then shredder എന്ന് പറയുമ്പോൾ that is used to remove leaves. ലീവ്സിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഒരു ഷ്രെഡർ എന്ന് പറയുന്നത്. ആൻഡ് അൺഡിസൈർഡ് സോളിഡ് പാർട്ടിക്കിൾസ് ഫ്രം കെയിൻ. നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ദെൻ നാലാമത്തെ എക്സ്ട്രാക്ഷൻ ഓഫ് ജ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു റോ കെയിൻ ജ്യൂസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു എക്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ വഴിയാണ്. അപ്പോൾ ഈ ഷുഗർ കെയിൻ സെൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബ്രേക്ക്ഡ് സ്വീറ്റ് ലിക്വിഡ്സ് സബ്സ്റ്റൻസ് കെയിം ഔട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് കെയിൻ ജ്യൂസ്. അപ്പോൾ കെയിൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ് കെയിൻ ജ്യൂസ് എന്ന് പറയുന്നത്. ഈ കെയിൻ
crusher are used to carry on extraction. Extraction നടത്താനായിട്ട് നമ്മൾ cane crushers ആണ് യൂസ് ചെയ്യുന്നത്. These are in 5 to 7 numbers. It is operated by electric motor. Electric motor ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. It consists of 3 friction roller in each crusher. ഓരോ ക്രഷറിലും 3 ഫ്രിക്ഷൻ റോളേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. 3 റോളേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് മെയിൻ റോളർ ആൻഡ് ഡ്രൈവർ റോളർ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ that feed and discharge rollers are driven by main roll. Then second one, feed roller. Canes are sucked or pulled by feed rollers. മൂന്നാമത് വരുന്നത് ഡിസ്ചാർജ് റോളേഴ്സ് ആണ്. ഡിസ്ചാർജ് റോളേഴ്സിൽ ചെയ്യുന്നത് മറ്റേ ഡിസ്ചാർജ് ബഗാസ് ആൻഡ് ജ്യൂസ്. ഈ ജ്യൂസും അതുപോലെ തന്നെ അതിൻ്റെ ബഗാസൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് റോളറാണ്. ദീസ് റോളേഴ്സ് ആർ അറ്റാച്ച് ഈച്ച് അതർ ഇൻ ട്രയാങ്കിൾ ഷേപ്പ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഓരോ റോളേഴ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫിഫ്ത്ത് പറയുന്നത് ഫിൽട്രേഷൻ ആണ്. അപ്പോൾ ഫിൽട്രേഷൻ പ്രോസസ് ഈസ് ദ സെപ്പറേഷൻ ഓഫ് സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഫ്രം റോ ജ്യൂസ്. അപ്പോൾ ഈ റോ ജ്യൂസിൽ നിന്നും കൊളോയിഡൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസും അതുപോലെ തന്നെ സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ സെപ്പറേഷനാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ നടക്കുന്നത്. അതിൽ നെക്സ്റ്റ് ക്ലാരിഫിക്കേറ്റൈൽ. ക്ലാരിഫിക്കേറ്റൈൽ എന്ന് പറയുമ്പോൾ ഇൻ ക്ലാരിഫിക്കേഷൻ പ്രോസസ് സ്ലഡ്ജ്, മഡ്, സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ റിമൂവ്സ് ബൈ സം കെമിക്കൽ കോമ്പൗണ്ട്സ്. ദെൻ റോ കെയിൻ ജ്യൂസ് ആർ ഫിൽഡ് ഇൻ ക്ലാരിഫയർ. ക്ലാരിഫയർ എന്ന് പറയുമ്പോൾ അതൊരു കോണിക്കൽ ഷേപ്പായിട്ടുള്ളൊരു വെസലാണ്. വേർ ഫോസ്ഫോറിക് ആസിഡ്, ലൈം ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആർ മിക്സ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അജിറ്റേറ്റർ. അപ്പോൾ ഈ അജിറ്റേറ്ററുടെ സഹായത്തോടെ ഈ ഒരു സൾഫർ ഡയോക്സൈഡ്, ലൈം, ഫോസ്ഫോറിക് ആസിഡ്, അപ്പോൾ ഇതിനൊക്കെ മിക്സ് ചെയ്യുന്നത് അജിറ്റേറ്ററാണ്. അത് ഉള്ള ഈ ഒരു ക്ലാരിഫയറിലോട്ട് ഈ ഒരു റോ കെയിൻ ജ്യൂസിനെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെൻ ദീസ് കെമിക്കൽസ് ആർ മിക്സ്ഡ്, സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ കളക്ട് ഇൻ ഫ്ലോക്ക് ആൻഡ് റിസൾട്ടിങ് സെറ്റിൽഡ് ഡൗൺ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കെമിക്കൽസ് എല്ലാം മിക്സ്ഡ് ആവുന്ന സമയത്ത് ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കൊളോയിഡൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈ ഫ്ലോക്സിൽ വന്നിട്ട് കളക്റ്റഡ് ആവുന്നു ആൻഡ് റിസൾട്ടിങ് സെറ്റിൽഡ് ഡൗൺ. Then neat and clean juice comes out from the upper section of clarifier. Sludge and muds are collected in the bottom and drainage to rotary filter. അതായത് അപ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഈ നീറ്റായിട്ടുള്ള ജ്യൂസ് നമുക്ക് അപ്പർ സെക്ഷനിലൂടെ, ഈ ക്ലാരിഫയറുടെ അപ്പർ സെക്ഷനിലൂടെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്ലഡ്ജ് അതുപോലെ തന്നെ മഡൊക്കെ ഇതിൻ്റെ ബോട്ടത്തിലായിട്ടാണ് അത് കളക്റ്റഡ് ആവുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ് നമ്മളൊരു ഫ്ലോക്കുലൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈം എന്ന് പറയുന്നത് ആക്ട് ആസ് എ ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ദെൻ CO എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ട് ആസ് എ ആസിഡിഫയിങ് ഏജൻറ്റ്. സിക്സ്ത് സ്റ്റെപ്പ് ഇവാപ്പറേഷൻ ആണ്. അപ്പോൾ ഇവാപ്പറേഷൻ പ്രോസസ് ഡീൽസ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ബോത്ത്. ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ഈ ലിക്വിഡ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് നോർമലി ബൈ യൂസ് ഓഫ് ലോ പ്രഷർ ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് സ്റ്റീം. അപ്പോൾ ഈ ഒരു ഇവാപ്പറേറ്ററിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇന്നർ സെക്ഷനിലായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടായിരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റീം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 113 to 130 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ് ഫസ്റ്റ് പാൻ ആൻഡ് 55 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ലാസ്റ്റ് പാൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഇൻ ദ ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ്, ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് കൺസിഡർ ആസ് മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഈ ഒരു ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ആയിട്ടാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. പ്യുവറസ്റ്റ് ഫോം ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻഡ്. നമുക്കിതിലൂടെ പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. The object of the process is usually the recovery of the solute, അതായത് ക്രിസ്റ്റൽസ് ഫ്രം ദ സോൾവെൻറ്റ്. ഈ ഒരു പ്രോസസ്സിൽ 3 മേജർ ഇവൻറ്റ്സ് ആണ് ഉള്ളത്. ക്ലസ്റ്ററിങ്, ന്യൂക്ലിയേഷൻസ് ആൻഡ് തേർഡ് വൺ ഗ്രോത്ത്.
നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് അതിലുള്ള ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഷുഗർ ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു മൊളാസസിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഹൈ സ്പീഡാണ് അവിടെ കൊടുക്കുന്നത്. അതാണ് ഒരു 1800 മുതൽ 2000 RPM അത്രയും സ്പീഡാണ് നമ്മളവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റിസൾട്ടിങ് ബൈ ദ ആക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഷുഗർ ക്രിസ്റ്റൽസ് ആൻഡ് മദർ ലിക്വർ ബീയിങ് സെപ്പറേറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ മദർ ലിക്വറും അതുപോലെ തന്നെ ഈ ഷുഗർ ക്രിസ്റ്റൽസും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ആക്ഷൻ വഴി സെപ്പറേറ്റഡ് ആവുന്നു. 9th പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആൻഡ് പാക്കേജിംഗ് ആണ്. ഡ്രൈയിങ് ഈസ് വെരി എസെൻഷ്യൽ മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഇൻ പ്രോസസ്സിംഗ് ഷുഗർ കെയിൻ ഇൻ ടു ഷുഗർ. ഈ ഷുഗർ കെയിനെ ഷുഗറാക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിൽ ഉള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷനാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ഷുഗർ ആഫ്റ്റർ ലീവിങ് സെൻട്രിഫ്യൂജ് വിച്ച് വാരീസ് ബിറ്റ്വീൻ 0.5 to 2% needed to reduce about 0.05% for safe storage. സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷുഗർ ക്രിസ്റ്റൽസ് ആർ സെപ്പറേറ്റ് ബൈ എ സ്ക്രീൻ ഇൻ ദ ഫോം ഓഫ് ഓവർ, അണ്ടർ ആൻഡ് ഡിസേർഡ് സൈസ്. പാക്കിംഗ് ആണ് ഇതിൽ വരുന്ന ഒരു ഫൈനൽ പ്രോസസ് ഓഫ് ഷുഗർ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സ്ക്രീൻഡ് ആയിട്ടുള്ള ഈ ക്രിസ്റ്റൽസ് വിൽ ബി പാക്ക്ഡ് ഇൻ ഡിഫറെൻറ്റ് സൈസ് ഓഫ് ബാഗ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് സൈസ് ഓഫ് ബാഗ്സിലായിട്ട് ഈ ഒരു സ്ക്രീൻഡ് ക്രിസ്റ്റൽസിനെ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 9th പ്രോസസ്സ് എന്ന് പറയുന്നത് റീഫൈനിങ് ഓഫ് ബ്രൗൺ ഷുഗേഴ്സ് ആണ്. ദ റിലേറ്റീവ്ലി പ്യുവർ ബ്രൗൺ കളേർഡ് ലിക്വർ ഫ്രം ദ ഫിൽട്രേഷൻ സ്റ്റേജ് റോ ലിക്വർ ഈസ് ദെൻ സബ്ജക്റ്റഡ് ടു ഡീകളറൈസേഷൻ ബൈ കോണ്ടാക്ട് വിത്ത് ബോൺ ചാർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിസ്കളറൈസേഷൻ നടക്കുന്നുണ്ട്. ദ ബാങ്ക് ഓഫ് ആക്ടിവേറ്റഡ് കാർബൺ ഓൺ എ കാൽസ്യം. It has a high surface area and the unique ability to absorb color and inorganic ash impurities from the sugar. അപ്പോൾ ഇതിനെന്താണ്, ഒരു ഹൈ സർഫസ് ഏരിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു യൂണിക് എബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള എബിലിറ്റിയാണ്, ഈ ഒരു ഷുഗറിൽ നിന്നും ഇനോർഗാനിക് ആയിട്ടുള്ള ആഷ് ഇമ്പ്യൂരിറ്റീസും അതുപോലെ തന്നെ ഈ കളറിനെയും അബ്സോർബ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ബൈ പ്രൊഡക്ട്സ് ഓഫ് ഷുഗർ ആണ്. ഫസ്റ്റ് പറയുന്നത് ബഗാസ് ആണ്. ബഗാസ് എന്ന് പറയുമ്പോൾ അതൊരു സോളിഡ് ആയിട്ടുള്ള ഫൈബ്രസ് മെറ്റീരിയൽ ആണ്. അതിൽ ഒത്തിരി സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ യൂസസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പൾപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ കാറ്റിൽ ഫീഡ്. അപ്പോൾ ഇത് കാറ്റിൽ ഫീഡായിട്ടും അതുപോലെ തന്നെ പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബോയിലർ ഫ്യൂവലായിട്ട്, അതായത് സ്റ്റീം ആൻഡ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ബോയിലർ ഫ്യൂവലായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൗഡർ ബഗാസും അതുപോലെ തന്നെ ടാർക്കോളും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിക്സ്ചർ ബിൽഡിംഗ് റൂഫുകളിൽ സീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് വാട്ടർ പ്രൂഫായിട്ട് ഇരിക്കാനായിട്ട്, അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇത് സീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് ആണ്. ഇത് ഫെർമെൻറ്റേഷൻ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു റോ മെറ്റീരിയലാണ് ഈ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്ന് പറയുന്നത്. മൊളാസസ് എന്ന് പറയുന്നത് ബേക്കറി, സ്വീറ്റ്സ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇത് ഡീനാച്ചുറഡ് പവർ ആൽക്കഹോൾ, അതായത് സ്പിരിറ്റ്, പിന്നെ പോർട്ടബിൾ ആൽക്കഹോൾസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മൊളാസസ് ഈസ് ഓൾസോ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓട്ടോമൊബൈൽ ഫ്യൂവൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ മൊളാസസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിൽറ്റർ കേക്ക് ആണെങ്കിൽ അത് ഒരു ഫെർട്ടിലൈസേഴ്സ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ ഒത്തിരി സൾഫർ, ഫോസ്ഫറസ്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗറിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ യൂസ് വരുന്നത് ഫുഡ് ആൻഡ് ബിവറേജസിലാണ്. അത് നമുക്കറിയാവുന്ന പോലെ ഒരു സ്വീറ്റ്നറായിട്ടാണ് ഇത്. ഒത്തിരി ഫുഡിലും ബിവറേജസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബേക്കിങ്ങിൽ വരുന്നുണ്ട്. ബേക്കിങ്ങിൽ എന്തിനൊക്കെയാണ്, ഇത് ഒരു സ്വീറ്റ്നസ് കൊടുക്കുന്നതിനും ടെക്സ്ചർ അതുപോലെ തന്നെ ബ്രൗണിങ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാർമസ്യൂട്ടിക്കൽസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിൽ ഇത് ബൈൻഡറായിട്ടും അതുപോലെ തന്നെ ഒരു ഫില്ലറൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ബയോഫ്യൂവൽ, ഇപ്പോൾ എഥനോളിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഈ ഷുഗർ കെയിൻ ആൻഡ് ഷുഗർ ബീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബയോഫ്യൂവലാണ്. ദെൻ കോസ്മെറ്റിക്സ്, അപ്പോൾ ഷുഗർ കോസ്മെറ്റിക്സിലും പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരു എക്സ്ഫോളിയൻ്റ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് ഷുഗർ നോക്കുകയാണെങ്കിൽ വൈറ്റ് ഷുഗർ ഉണ്ട്. വൈറ്റ് ഷുഗർ എന്ന് പറയുമ്പോൾ
റിഫൈൻഡ് ഷുഗർ വിത്ത് ഹൈ സൂക്രോസ് കണ്ടൻറ്റ്, അതിൽ സൂക്രോസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ദെൻ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അൺറീഫൈൻഡ് ഷുഗറാണ് വിത്ത് എ ലോവർ സൂക്രോസ് കണ്ടൻറ്റ് ആൻഡ് മൊളാസസ് കണ്ടൻറ്റ്. അപ്പോൾ അത് അൺറീഫൈൻഡ് ആയിരിക്കും, ലോവർ ആയിട്ടുള്ള സൂക്രോസ് കണ്ടൻറ്റ് മാത്രമാണ് അതിൽ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ റോ ഷുഗറാണ് മൂന്നാമതായി പറയുന്നത്, അൺറീഫൈൻഡ് ഷുഗറാണ് വിത്ത് എ ഹയർ മൊളാസസ് കണ്ടൻറ്റ്, മൊളാസസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ദെൻ കെയിൻ ഷുഗർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷുഗർ കെയിൻ. ദെൻ ബീറ്റ് ഷുഗർ എന്ന് പറയുമ്പോൾ ഷുഗർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷുഗർ ബീറ്റ്സ്. ദെൻ ടർബിനാലോ ഷുഗർ, അതാണ് ആറാമതായിട്ട് പറയുന്നത്, പാർഷ്യലി റീഫൈൻഡ് ഷുഗറാണ് വിത്ത് എ ഗോൾഡൻ കളറാണ് അതിലുണ്ടായിരിക്കുക ആൻഡ് എ ഹിൻറ്റ് ഓഫ് മൊളാസസ് ഫ്ലേവർ. ദെൻ ഡെമറാറ ഷുഗർ, അത് കൊയാസ് ഗോൾഡൻ ഷുഗറാണ് വിത്ത് എ ലാർജ് ക്രിസ്റ്റൽ സൈസാണ് അതിനുണ്ടായിരിക്കുക. മസ്കോവാഡോ ഷുഗറാണ് എട്ടാമതായിട്ട് പറയുന്നത്, അത് അൺറീഫൈൻഡ് ഷുഗറാണ്, അതിന് സ്ട്രോങ് ആയിട്ടുള്ള മൊളാസസ് ഫ്ലേവറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് കളറുമാണ് ഉണ്ടായിരിക്കുക. ഇനി ഷുഗറിൻ്റെ ഹെൽത്ത് എഫക്റ്റുകളാണ് പറയുന്നത്. കൂടുതലായിട്ട് ഷുഗർ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൂത്ത് ഡിക്കേ ഉണ്ടാവുന്നുണ്ട്, ടൂത്ത് ഡിക്കേ ആൻഡ് കാവിറ്റീസ് ഒക്കെ ഫോം ചെയ്യുന്നു. ദെൻ രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഹെൽത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. കൺസ്യൂമിങ് എക്സസീവ് ഷുഗർ, നമ്മൾ ഒത്തിരി ഷുഗർ എക്സസീവായിട്ട് അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ ഒബിസിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നു. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന ഒരു എഫക്റ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. റെഗുലർലി കൺസ്യൂമിങ് ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ക്യാൻ ലീഡ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ്, അങ്ങനെ ടൈപ്പ് 2 ഡയബറ്റിസ് ഒക്കെ ഉണ്ടാവാം. ദെൻ കാർഡിയോവാസ്കുലർ ഡിസീസുകൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഷുഗർ കൺസംഷൻ വഴി അത് നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസുകളുടെ റിസ്ക് ഇൻക്രീസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലത്തെ ഷുഗർ ഇൻഡസ്ട്രീനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിൽ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് 27.6 മില്യൺ ടൺ ഓഫ് ഷുഗർ ഇൻ ദ 2020 and 21 season, making it the second largest sugar producer in the world after Brazil. അപ്പോൾ ബ്രസീലാണ് ഫസ്റ്റ് വരുന്ന ലാർജസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു 2020-21 ആ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 27.6 മില്യൺ ടൺ ഷുഗേഴ്സിൻ്റെ പ്രൊഡക്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസറാണ്. ദെൻ കെയിൻ സപ്ലൈ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് എൻ അബണ്ടൻറ്റ് സപ്ലൈ ഓഫ് ഷുഗർ കെയിൻ വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഓവർ 700 മില്യൺ ടൺ ആനുവലി. ദെൻ ഷുഗർ മിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 450 ഷുഗർ മിൽസെങ്കിലും അതിൽ കൂടുതൽ ഷുഗർ മിൽസുകൾ ഇന്ത്യയിൽ ഉണ്ട്, വിത്ത് എ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അറൗണ്ട് 40 മില്യൺ ടൺസ് പെർ ആനം. ദെൻ എംപ്ലോയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദ ഷുഗർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു ഓവർ 6 മില്യൺ പീപ്പിൾസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. അപ്പോൾ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് 6 മില്യൺ പീപ്പിൾസിന് ഇത് ജോബ്സ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പൊസിഷൻ ഇൻ ഗ്ലോബൽ ഷുഗർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ ഇൻ ദ വേൾഡ് ആഫ്റ്റർ ബ്രസീൽ. അത് കൂടാതെ 4th ലാർജസ്റ്റ് എക്സ്പോർട്ടറാണ് നമ്മൾ. അപ്പോൾ ഇന്ത്യയാണ് 4ാമത് വരുന്ന വലിയ എക്സ്പോർട്ടർ ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ. ദെൻ അപ്പോൾ അതിൽ വരുന്ന ബാക്കിയുള്ളത് ഫസ്റ്റ് വരുന്നത് ബ്രസീൽ, സെക്കൻഡ് തായ്ലൻഡാണ്, ദെൻ തേർഡ് വരുന്നത് ഉക്രൈനാണ്, 4th വരുന്നത് ഇന്ത്യയാണ്. ദെൻ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഇന്ത്യാസ് മാർക്കറ്റ് ഷെയർ ഇൻ ഗ്ലോബൽ ഷുഗർ പ്രൊഡക്ഷൻ ഈസ് അറൗണ്ട് 15 to 20%. ദെൻ ഷുഗർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യയിലത്തെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഷുഗർ പ്രൊഡ്യൂസിങ്ങിൽ വരുന്നത് നോക്കാം. മഹാരാഷ്ട്ര അക്കൗണ്ട്സ് ഫോർ അറൗണ്ട് 40% ഓഫ് ദ ഇന്ത്യാസ് ഷുഗർ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഷുഗർ പ്രൊഡക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 40% വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ദെൻ ഉത്തർപ്രദേശിലാണ് ഒരു 25% വരുന്നത്, കർണാടകയിൽ ഒരു 10%, ദെൻ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 5% ഓഫ് ഇന്ത്യ ഷുഗർ പ്രൊഡക്ഷൻ വരുന്നത് തമിഴ്നാട്ടിലാണ്. ദെൻ ഇന്ത്യാസ് ഷുഗർ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. ഫസ്റ്റ് വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ലോ പ്രൈസസ് ആണ്. അപ്പോൾ ഗ്ലോബൽ ഷുഗർ പ്രൈസ് ഹാവ് ബീൻ ലോ ഇൻ റീസെൻറ്റ് ഇയേഴ്സ് അഫക്റ്റിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഷുഗർ മിൽസ്. അപ്പോൾ എന്താണ്, വില കുറയുമ്പോൾ അത് ഈ ഒരു ഷുഗർ മിൽസിൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ അത് ബാധിക്കുന്നുണ്ട്.
ദെൻ രണ്ടാമത് വരുന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഒരു ഷുഗർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം അവിടെയുള്ള ഈ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഹൈ ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ എനർജി എക്സ്പെൻസസ്, അപ്പോൾ അതുകൂടെ തന്നെ അത് കാരണം ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റുകളാണ് വരുന്നത്. ദെൻ വാട്ടർ സ്കാർസിറ്റി. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. അതുപോലെ തന്നെ വാട്ടർ സ്കാർസിറ്റി ഈസ് എ മേജർ കൺസേൺ ഇൻ മെനി ഷുഗർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. ദെൻ ഗവൺമെൻറ്, നാലാമതായിട്ട് പറയുന്നത് ഗവൺമെൻറ് പോളിസീസ് ആണ്. ദ ഇന്ത്യൻ ഗവൺമെൻറ്റ്സ് പോളിസീസ് സച്ച് ആസ് ദ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ആൻഡ് എക്സ്പോർട്ട് സബ്സിഡീസ് ക്യാൻ ഇമ്പാക്ട് ദ ഷുഗർ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റബിലിറ്റി. അതായത് MSP അതുപോലെ തന്നെ എക്സ്പോർട്ട് സബ്സിഡീസ് അങ്ങനെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പോളിസീസ് മൂലം അതും നമ്മുടെ ഈ ഒരു ഷുഗർ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റബിലിറ്റീനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വേൾഡ് മേജർ ഷുഗർ കൺസ്യൂമിങ് നാഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ, ചൈന, ബ്രസീൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദെൻ നമ്മൾ പറയുന്നത് മേജർ ഷുഗർ എക്സ്പോർട്ടിംഗ് നാഷൻസ് ആണ്. ബ്രസീൽ, ഇന്ത്യ, തായ്ലൻഡ്, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ക്യൂബ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക എക്സെട്ര, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. ഷുഗർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്.